പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കർത്താവിൻ്റെ കൃപയാൽ സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഭാരം പ്രയാസങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. എങ്കിലും മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അല്ലേ, പിന്നെ പലതിനും ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചത് കഴിക്കണം, കഴിക്കാതിരിക്കരുത് കേട്ടോ. ആഹാരമൊക്കെ മിതമാക്കണം, അപ്പോൾ നമുക്ക് രോഗമൊക്കെ മാറിപ്പോകും. ദൈവം സഹായിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദൈവജന ചിന്തയിൽ യേശു കർത്താവ് പറഞ്ഞ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായമാണ്. 10 നിന്ന് നഷ്ടപ്പെട്ടൊരു സ്ത്രീയെക്കുറിച്ച് വായിക്കുന്നു. 100 നിന്ന് നഷ്ടപ്പെട്ടൊരു ഇടയനെക്കുറിച്ച് പറയുന്നു. 2 നിന്ന് നഷ്ടപ്പെട്ടൊരു പിതാവിനെക്കുറിച്ച് പറയുന്നു. അപ്പം 10-1, 100-1, 2-1. 2 നഷ്ടപ്പെട്ടത് പിതാവിനെ അല്ലേ. അവനെ ദൂരമേ കണ്ടപ്പോഴേ പിതാവ് എന്ത് ചെയ്തു? അവനെ ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവന് വേണ്ടതൊക്കെ ഒരുക്കി വെച്ചതും കരുതി വെച്ചതുമൊക്കെ കൊടുക്കുവാനിടയായി തീർന്നു. ചെരുപ്പ്, മോതിരം, വസ്ത്രം എല്ലാം കരുതി വെച്ചിരുന്നു. നഷ്ടമാക്കിയനോ എല്ലാം അല്ലേ, പക്ഷേ എല്ലാം കരുതിയിരുന്നു. ദൈവം നമ്മൾക്ക് വേണ്ടി എല്ലാം കരുതിയിട്ടുണ്ട്. അത് സമയമാകുമ്പോൾ തരും. മടങ്ങി വീട്ടിൽ വരണം. ഒരു മടങ്ങി വരവിൻ്റെ കാലമായത്. ഏതിൽ നിന്നെല്ലാം അകന്നു പോയോ അതിൽ നിന്നെല്ലാം ഒരു മടങ്ങി വരവ് നമുക്കുണ്ടാകണം. ഇത് അന്ത്യകാലമാണല്ലോ. 100 നിന്ന് നഷ്ടപ്പെട്ട ഒരിടയനെക്കുറിച്ച് പറയുന്നുണ്ട്. നഷ്ടമായതിനെ തേടി അവൻ പോയി, അതിനെ കണ്ടുകെട്ടി, സന്തോഷിച്ചു. 10 നിന്ന് നഷ്ടപ്പെട്ട സ്ത്രീയാണല്ലേ. ആ സ്ത്രീയെ നഷ്ടമായപ്പോൾ ഇരുട്ടിലാണ് നഷ്ടമായത്. അവൻ വിളക്ക് കത്തിച്ചു എന്നാണ് വായിക്കുന്നത്. അവൾ വിളക്ക് കത്തിച്ചു, അടിച്ചു വാരി അല്ലേ. അപ്പോൾ ഇരുട്ടിൻ്റെ ശക്തി, ദുഷ്ടശക്തി, പിശാച് എന്ത് ചെയ്യുന്നു? അറുപ്പാനും മുടിപ്പാനും തകർക്കാനൊക്കെ വരുന്നതെല്ലാം നഷ്ടമാക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇരുട്ടിൽ അതെല്ലാം നഷ്ടമാക്കി എങ്കിൽ വെളിച്ചത്തിൻ്റെ കർത്താവ് വെളിപ്പെടേണ്ടതിന് അഭിഷേകത്തിൽ നിറഞ്ഞവർ അഭിഷേകത്താൽ നിറയണം. വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിച്ച് ആ നഷ്ടമായതിനെ അവൾ നോക്കി അല്ലേ, അവൾ തിരഞ്ഞെടുത്തു. അപ്പോൾ അവളിലെ വിളക്ക് കത്തിയപ്പോൾ അവിടെ വെളിച്ചമായി, ഇരുൾ മാറി, വെളിച്ചത്തിൽ അത് ലഭിപ്പാനിടയായി, നഷ്ടമായതിനെ ലഭിപ്പാനിടയായി. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായതിനെ തരുവാൻ ഈ ദിവസങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നു. വെളിച്ചം വീശട്ടെ, അന്ധകാരം മാറട്ടെ, ദൈവകൃപയും വ്യാപരിക്കട്ടെ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കാക്കട്ടെ. ഈ വചനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമാകട്ടെ.